എന്താ പറയണ്ടേ? ഓക്കെ, സൺകിസ്ഡ്. ഹായ് ഗൈസ്, കൊറേ കാലത്തിന് ശേഷം കാലം കിടന്ന് കിട്ടിയതാ എനിക്ക്. ഫൈനലി വി സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ, ജെബിൻ വ്ളോഗ്സ്. അതെങ്ങനെയുണ്ട്? നിങ്ങളിങ്ങനെ കൊറേ എടുത്തോ? പേര് ക്രിഞ്ചാണോ? അല്ലല്ലോ, ജെബിൻ വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ ക്രിഞ്ചല്ല. അതാണ് സ്റ്റാൻഡേർഡ്. ഞാൻ ചാറ്റ് ജിപിടിനോട് ചോദിച്ചു, ചാറ്റ് ജിപിടിനോട് ജെബിൻ വ്ളോഗ്സ് എങ്ങനെ ഉണ്ടോ ചോദിച്ചപ്പോ ഒരു ബേസിക് ആൻഡ് ഗുഡ് എന്നാ പറഞ്ഞത്. ബേസിക് ഓപ്ഷൻ അല്ല, ഉന്നോட സിഗ്നേച്ചർ ഇല്ലടാ, JBN ആണ് നമ്മുടെ സിഗ്നേച്ചർ. പക്ഷേ എന്റെ ട്രേഡ് മാർക്ക് അതാണ്, JBN ആണ്. ജെബിൻ എന്റെ പേരിൽ തന്നെ എന്റെ ചാനൽ അറിയപ്പെടേണ്ടതാണല്ലോ. അതിന്റെ ഒരു പാമ്പിന്റെ ചരിത്രം നമുക്കറിയത്തില്ല, ചരിത്രം കണ്ടെടുത്തണം. പക്ഷെ അത് പാമ്പ് എന്ന് പറയുന്നത് ഒരു കടലിനകത്തോട്ട് എക്സ്റ്റെൻഡ് ആയിരിക്കുന്ന ഒരു പോർഷനിൽ അവര് എന്താണ് നമ്മുടെ പാമ്പിന്റെ ഷേപ്പില് ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അവിടെ ഷാറൂഖ് ഖാന് അങ്ങനെ പല പല സെലിബ്രിറ്റീസിന് വരെ അവിടെ, റൊണാൾഡോയ്ക്കും ഒക്കെ അപ്പാർട്ട്മെന്റ് അല്ല വില്ലയുള്ള ഒരു ഏരിയ ആണ്. അതെ. സോ അവിടോട്ടാണ് നമ്മൾ പോകുന്നത്. ഞാൻ പിള്ളേരെ പിന്നെ ഒന്നും നോക്കിയില്ല, പൈസ ഒന്നും നോക്കിയില്ല, എല്ലാരെയും വിളിച്ച് നോമ്പോറൊക്കെ എവിടെ നിന്നൊന്നുമില്ല. അന്ന് നമ്മള് തെരഞ്ഞെടുത്തിരിക്കുന്ന ടാജാണ്, ടാജുകാരുടെ ഭാഗ്യം. ടാജുകാർക്ക് നമുക്ക് നോമ്പ് തുറക്കാനുള്ള ഒരു അവസരം തരാൻ പറ്റുന്നു. അവർക്ക് അവരുടെ ഒരു പ്രൊമോഷനുമാണിത്. ഈ വീഡിയോ ഒക്കെ എത്ര പേരിലേക്ക് എത്താൻ പോകുന്ന ഒരു വീഡിയോ ആണ്. രാജിലേക്കൊക്കെ അതാണ് ജെബിൻ വ്ളോഗ്സ്. ശരി പറഞ്ഞ 100% ലിറ്ററസി ഇല്ലെങ്കിൽ മ്യൂസിക് കഴിഞ്ഞ അടുത്ത കേരളത്തിൽ തരംഗണ്ടാകാൻ പോകുന്നത് ജെബിൻ വ്ളോഗ്സ് ആണ്. വിശ്വാ മ്യൂസിക് അറിയില്ല, അതാരാ? വേറെ ക്രിയേറ്റേഴ്സിനെ നമ്മൾ ഇതിനകത്ത് റോങ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റീച്ചിനെ വിശ്വാ മ്യൂസിക് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പൊ വൺ ഓഫ് ദ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാ മ്യൂസിക്. അതൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ. വിശ്വാ മ്യൂസിക് വേടൻ ടാപ്സിയൊക്കെ അറിയാം. ഞാൻ ആദ്യം ആരാന്ന് പറഞ്ഞു കൊടുക്കട്ടെ. അതാ ഞാൻ പറയണേ, പാട്ട് പാടി കൊടുത്തേ. ഇന്നെന്റെ ബർത്ത്ഡേ ജോയിന്റ് അടിക്കണം, ഡേ ഒന്ന് കറങ്ങണം, എല്ലാം മറന്ന് പറക്കണം. കേട്ടിട്ടില്ലേ? ഇതിങ്ങനെയാണ് ഈ പാട്ട്. ഇങ്ങനെയല്ല, ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം അധികം യൂസ് ചെയ്യില്ല, ഫേസ്ബുക്കിന്റെ ആളാണ്, സോഷ്യൽ മീഡിയ. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ എന്റെ വരുന്ന കണ്ടന്റ്സ് എല്ലാം മോശം കണ്ടന്റ്സ്. എന്താന്ന് എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. നിങ്ങൾ ഒരാഴ്ച കണ്ടാല് സ്ക്രോൾ ചെയ്യണം, അതിൽ തന്നെ നിന്നോണ്ടിരുന്ന ഇൻസ്റ്റാഗ്രാം മനസ്സിലാവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടന്റ് ആ ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ്. ഓ അത് പറ, എനിക്കത് അറിയത്തില്ല. നിങ്ങളുടെ ഫീഡ് മൊത്തം, എന്റെ ഫീഡ് മൊത്തം 18+ ആയിരിക്കും. 18+ പബ്ലിക്കായിട്ട് തുറക്കാൻ ഇതൊക്കെ നമ്മൾ ഇവന് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി പറയുന്ന കേട്ടോ, അല്ലാതെ മറ്റേ ഇത് നീ മറ്റേ ഒരു വ്ളോഗില്ല നിങ്ങളുടെ ഫോൺ ഒന്ന് കാണിക്കോ, നിങ്ങളുടെ മറ്റേ വാട്സ് ഇൻ യുവർ ഇൻസ്റ്റാഗ്രാം. വിത്ത് VPN. പിന്നെ ദാവൂദ് ഇൻസ്റ്റാഗ്രാമില്ല. കൂട്ടത്തില് നല്ല ഭാവം നടിക്കുന്ന ഒരാളാണ് ദാവൂദ്. മോൻ കാണിച്ചടാ, കൊറേ ആക്റ്റീവ് ചാറ്റുകളുണ്ട്. ഇവന്റെ പേരാണ് അവന്റെ പോയത്. എന്റെ പേര് ഭയമാണ്, ദാവൂദ് ഇബ്രാഹിം എന്നാണ് എന്റെ പേര്. അല്ലാതെ മൊത്തത്തിൽ അവന്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് നമ്മൾ റിവീൽ ചെയ്യും, ഇവന്റെ റിവീൽ ചെയ്യും. അത് കണ്ടാ ഇതാവൂല. ആദത്തിന് പിന്നെ അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ആദം ഇപ്പൊ കളിക്കത്തില്ല. കേരളത്തിന് നഷ്ടപ്പെട്ട ഒരു ഇ സ്പോർട്സ് പ്ലെയർ ആയിരുന്നു ഇവിടെ എന്റെ ഒരു ബാക്കിലിരിക്കുന്നത്. ഇ സ്പോർട്സ് ആണ് ഗെയിം മറ്റേ ഗെയിം അല്ല, മീൻസ് ഇലക്ട്രോണിക് പരമായിട്ടുള്ള തൊപ്പിയാണ്ട ആളായിരുന്നു. തൊപ്പിനേക്കാൾ അപ്പം അങ്ങനെ ഒരാളായിരുന്നു. നീ ഏത് ക്ലാനിലാണ് ഉണ്ടായിരുന്നത്? നിന്നെ പറ്റി പറ. ഞാൻ എറർ സ്പോർട്സ്. അതെ, എറർ സ്പോർട്സിന്റെ പിന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു, കോമ്പറ്റീറ്റർ പ്ലെയർ ആയിരുന്നു. പക്ഷെ ഇപ്പം ആള് റിട്ടയർഡില്ല, റിസൈൻ ചെയ്ത്, കമ്പനിന്ന് റിസൈൻ ചെയ്ത്.
ആവശ്യമില്ലായിരുന്നു. പക്ഷെ പൂർവായുധ ശക്തിയോടെ തിരിച്ചു വരുന്നുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, അപ്പൊ മൂപ്പന കംപ്ലീറ്റ്ലി ഒഴിവാക്കി. ഇനിയിപ്പൊ എന്റെ കൂടെ വ്ളോഗിങ്ങിൽ വാട്സ് ഇൻ മൈ ഫോൺ, വാട്സ് ഇൻ മൈ ബാഗ്, ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എന്റെ കൂടെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവും. മെയിൻ വൈറലാകുമ്പോ നമ്മുടെ ബ്ലൂപ്പേഴ്സാണ്. ബ്ലൂപ്പേഴ്സ് അതിലതാണ്. അല്ല ഇപ്പൊ ഇത് 20 മിനിറ്റ് എടുത്തില്ല. ആദ്യം ഒറിജിനൽ കാണുന്ന പോലെ ഒറിജിനൽ വൈറലായ ബ്ലൂപ്പേഴ്സ് ഇറക്കാൻ പറ്റുള്ളൂ. 20 മിനിറ്റ് എടുത്തതിൽ ചിലപ്പോ 3 മിനിറ്റ് അല്ലേ വീഡിയോ. ഞാൻ വേറെ ജെഫിനെ പറ്റി ഒരു കാര്യം പറയാൻ പറ്റും. സത്യം പറഞ്ഞാല് നമ്മളെ ഇനി അറിയും, ഇനി എല്ലാരെ പറ്റി ബ്ലോഗിന്റെ റീച്ചിന് നമ്മള് പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നതിൽ ഒരു കാര്യമില്ല. നമ്മള് കാര്യമല്ല പറയുന്നേ, ഒരു കാര്യമാണ് ഞങ്ങൾ കേക്കത്. അതിനെ പറ്റി നിങ്ങൾ പിന്നെ പറയാൻ. നമുക്ക് ഇവിടെ ഇഫ്താറുണ്ട്, എനിക്ക് വ്ളോഗ് എടുക്കണമെന്ന് ഞാൻ ജെഫിനോട് പറഞ്ഞപ്പോ ജെഫി ആദ്യം തന്നെ എന്നോട് ചോദിച്ച മൈക്ക് ഉണ്ടോ അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. ഈ സ്പെഷ്യലി നമ്മുടെ ഈ മൈക്ക് ഒന്ന് സൂം ചെയ്ത് കാണിച്ചേ. ഈ മൈക്ക് ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. ഈ മൈക്ക് അവൻ എനിക്ക് ഈ മൈക്ക് എന്നല്ല, ഏതെങ്കിലും ഒരു മൈക്ക് ഉണ്ടോ? കാരണം അല്ല, ഞാൻ സ്പെസിഫിക്കലി ഞാൻ പറഞ്ഞു ഈ മൈക്ക് തന്നെ വേണോന്ന്. ഹോളിലാൻഡിന്റെ ഈ എന്താ M2 L2 എന്താണ് അതുണ്ടോന്ന് എന്നോട് ജെഫി ചോദിച്ചു. അങ്ങനെ പക്ഷെ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ജെഫി എന്റെ അടുത്ത് ചോദിച്ചു, ആരെടുത്തെങ്കിലും ചോദിക്കുക, ഏതെങ്കിലും ഇൻഫ്ലുവൻസർമാരെ ഏതെങ്കിലും വീഡിയോ എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് മൈക്ക് ഉണ്ടോ എന്ന് ചോദിക്കുക. എനിക്ക് പരിചയമുള്ള ഇൻഫ്ലുവൻസർമാരൊന്നും ഇല്ല ഇവിടെ ദുബായില്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അവർക്കൊന്നും അത്ര ഇൻഫ്ലുവൻസ് ഇല്ല. നമ്മുടെ അടുത്ത് എന്തായാലും അവർക്ക് ഇൻഫ്ലുവൻസ് ഇല്ല. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ച്, എന്തായാലും ഇതിന് നമ്മള് മെനക്കിട്ട് ഇറങ്ങാൻ പോവാണ്. അതാണ്. അപ്പൊ എന്തായാലും ഒരു മൈക്ക് ആവശ്യമാണ്. പക്ഷെ ജെഫി പറഞ്ഞുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടി വാങ്ങാൻ ഒരു ത്വര വന്നത്. അപ്പം അത് ക്രെഡിറ്റ് ഗോസ് ടു ജെഫി. അതിന്റെ പൈസ എന്നോട് ചോദിക്കരുത്. അതിനുള്ള കണ്ടന്റ് തന്നാ മതി, പൈസ വേണ്ട. അതെ, വാരിക്കോരി ഞാൻ തരും കണ്ടന്റ്. അപ്പൊ കുറച്ച് ദിവസം ഈ ജെഫി ഇൻസ്റ്റാഗ്രാമും ഷോർട്സും ഭരിക്കും. ഇൻസ്റ്റാഗ്രാമില് വാഴും. നിങ്ങൾ ഐഡി ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം ഐഡി? നമുക്ക് ഇത് ഇടണം. ഇൻസ്റ്റാഗ്രാം ഐഡി ഒക്കെ ഉണ്ട്. ഐഡി പറഞ്ഞോടത്തെ ചെക്കന്മാര് ഫോളോ ചെയ്യും. ഇല്ല, അതിനു വേണ്ടിയുള്ള അത്രക്കായിട്ടില്ല. അത് കട്ട് ചെയ്ത് വിടണം കേട്ടോ. ചെക്കന്മാര് ഫോളോ ചെയ്തിട്ട് എന്നെ ഫോളോ ചെയ്യാൻ ആളില്ല. വിനീത് ശ്രീനിവാസന്റെ ടാഗ് ചെയ്യണ്ടേ? യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാൽ മതി വെറുതെ ഐഡി. ഇപ്പൊ നമ്മളാരെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണം തോന്നി എന്ത് ഇല്ല, എന്റെ ഐഡി മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ല, ഞാൻ ഈ സാലിക്കും എല്ലാം അടിച്ച് ഇതിനകത്തോട്ട് ഇറക്കിയത് ആ വീഡിയോ കിട്ടാനാ. അത് എഡിറ്റ് ചെയ്ത് വിട്ടേക്കരുത് കേട്ടോ. കോഴി കരയുന്ന സൗണ്ട് വരുന്നു. ചിരിച്ചതാ? എനിക്ക് നിങ്ങളോട് വർഷങ്ങളായിട്ട് ദുബായിൽ കോമഡി വേണ്ട. അങ്ങനല്ല, നമ്മളൊരു കോമഡി പറഞ്ഞു വരുമ്പോ നീ അത് ഒരു കോഴി കരയുന്ന സൗണ്ട് കേട്ടെന്നല്ല, ഇവൻ ചിരിച്ചതാ. അപ്പൊ അത് സാധനമായിരുന്നു. നീ അത് പക്ഷെ നശിപ്പിച്ചു. നല്ലൊരു സാധനമായിരുന്നു അത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. വർഷങ്ങളായിട്ട് ദുബായിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് സാലിക്കിന്റെ റേറ്റ് കൂട്ടിയതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? സാലിക്കിന്റെ റേറ്റ് കൂട്ടിയതിനെ പറ്റി മോശം അഭിപ്രായമൊന്നുമില്ല. റേറ്റ് കൂട്ടുന്നത് നല്ലതാണ്. ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് എല്ലാ രീതിയിലും ആവശ്യമാണ്. നമ്മളിപ്പം കടന്നിരിക്കുന്ന ഏകദേശം 3 സാലിക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അത് 6 × 3 18 രൂപയോളം. അപ്പം എല്ലാവർക്കും ഓരോ സാലിക്കിന്റെ പൈസ തരാനുള്ള അവസരം ഞാൻ തരുന്നുണ്ട്. അപ്പം എല്ലാവരും 6 ദിറംസ് വെച്ച് രാജ്യത്തിന്റെ പുരോഗതി നമ്മളിലൂടെ രാജ്യം പുരോഗമിക്കണം. അതാണ് എന്റെ ഒരു ഇത്. ഒരാളിലൂടെ രാജ്യം പുരോഗമിക്കുന്നതിനോട് നമുക്കൊരു ഇതില്ല. നമ്മൾ ഇത്രയും പേരുടെ കൂട്ടായ ഒരു ഇതിലാണ് രാജ്യം പുരോഗതി. സാലിക്കിന്റെ സ്റ്റോക്ക് 1-2 എടുത്ത് വെച്ചിട്ടുണ്ട് പറയുന്നത്. സാലിക്കിന്റെ സ്റ്റോക്ക് എടുക്കുന്നത് നല്ലൊരു ഇതാണ്. എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതിനെ പറ്റി അറിയാത്തതുകൊണ്ട് അത് പഠിക്കുന്നതിനാണ്. സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ കൂടുതലായി പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. കാരണം നമ്മുടെ കണ്ടന്റ് ഒക്കെ ഓക്കെ ആണോ അതോ ആക്ക് വളയ്ക്കാതെ കണ്ടോ വണ്ടി ഇടിച്ചതിനാണ് ഇപ്പൊ നിർത്ത് നീങ്ങുന്നത്. വണ്ടി ഇടിക്കണം, പോലീസുകാർ അപകടം വൈറലായനെ ഇപ്പം. പക്ഷെ സാലിക്കിനെ പറ്റി പറഞ്ഞാലോ, സാലിക്കിന്റെ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ഇതാണ്. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് അല്ല, രാജ്യത്തിന്റെ പുരോഗതി. അത് ആ പോയിന്റ് കിടണം, അത് കയറ്റി വിടണം. അത് കയറ്റി വിടും. ബാസൊക്കെ കയറ്റി വിടാം. ഇതേതാ വണ്ടി ജെഫി?
ഇതൊരു ഹോണ്ടയുടെ ഒരു വെഹിക്കിൾ. നമ്മൾ ഹോണ്ട ഒരു വണ്ടിയെ ബ്രാൻഡിന് ഇതിനകത്തോട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. കാരണം ഇതൊന്നും നിങ്ങളുടെ മറ്റേ നമുക്ക് വെറുതെ തരുന്നില്ല. പജീറോ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ വണ്ടിയുണ്ട്. BMW ഉണ്ട്, BMW ഉണ്ട്, പജേറോ ഉണ്ട്. ഇത് നമ്മുടെ ബസ്സാണല്ലോ അല്ല? ഇത് നമ്മുടെ കമ്പനിയിൽ നിന്ന് വന്ന ബസ്സാണ് കേട്ടോ. അങ്ങോട്ടുള്ള 3 ബസ് വണ്ടിയാണ്. 3 വണ്ടി ആൾക്കാരാണ് നമ്മളെ 3 ബസ് വണ്ടി ആൾക്കാരോ? 3 വണ്ടി അല്ല 3 ബസ് ആൾക്കാര്. 3 ബസ് ആൾക്കാരാണ് പാം ജുമേറയിലോട്ട് പോയിട്ടുള്ളത്. എടാ ഞാൻ എൻ്റെ മാന്യമായ രീതിയിൽ ഇടണം കേട്ടോ. ഞാൻ ചുമ്മാ തമാശക്ക് ഇട്ടാണ്. അവന്മാരിന് നാളെ ഓഫീസിൽ നിന്ന് എല്ലാവരും ഇത് പ്ലേ ചെയ്ത് ടൈറ്റസ് എങ്ങനെയാണ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും കൊണ്ട് കാണും. ഇതും ഞാനിടും. ടൈറ്റസ് എങ്ങനെയാണ് കണ്ട വൈറലാവൻ ഈ വീഡിയോ. നമ്മുടെ ഓഫീസിൽ വൈറലാണ്. നക്ലാത്ത് ജുമേറ സ്ട്രീറ്റ്. നമ്മൾ സത്യം പറഞ്ഞാൽ നല്ലൊരു ഇൻട്രോ പറഞ്ഞിട്ടില്ല. നമ്മൾ കുറച്ച് സംസാരിച്ച് കുറച്ച് വളവളായില്ലേ? ഇൻട്രോ കറക്റ്റ് ആയല്ലേ? ഇനി പറയാം. ഇനി ഇൻട്രോ അല്ലെങ്കിൽ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടോ പറയാം. നിങ്ങൾ എന്താ പറയുന്നത്? നക്ലത്ത് ജുമേറ സ്ട്രീറ്റ് അതിനകത്താണ് പോകേണ്ടത്. നക്ലത്ത് ചാർജിന്റെ കാര്യമാണ്. നിങ്ങൾ മാത്രം പറഞ്ഞ നമുക്ക് മീൻസ് അങ്ങനല്ല. നിങ്ങൾ മാത്രം പറയണമെങ്കിൽ നിങ്ങൾ കുറച്ച് സെറ്റ് ആയിട്ട് ഫുൾ അങ്ങ് പറയണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും ഒരുമിച്ച് പറയാൻ പറ്റുന്ന ഞങ്ങൾ സൈലന്റ് ആയിരിക്കും. പറയുന്നത് ഞങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കാം. നീ ഒരു ഇൻട്രോ പറഞ്ഞു. അപ്പൊ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ജെവിനെ മൈൻഡ് ചെയ്യണ്ട. ആളെ നിങ്ങൾ ഇൻട്രോ പറയും. നിങ്ങൾ കുറച്ചും കൂട്ടൊക്കെ ജെഫിനെ കാണിക്കാതെ നിങ്ങളെങ്ങനെ ക്യാമറ നിങ്ങളങ്ങ് ഇൻട്രോ പറഞ്ഞു. ഹലോ ഗൈസ്, ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജെബിൻ വ്ലോഗ്സ്. അതും അലിപ്പേ നമ്മള് മാന്യമായിട്ട് എന്താ പറയണ്ടേ? ഓക്കെ, സൺകിസ്റ്റ്. ഹായ് ഗൈസ്, കുറെ കാലത്തിന് ശേഷം കുറെ കാലത്തിന് ശേഷം ഇതിന്റെ കാലം കിടന്ന് കിട്ടിയതാ എനിക്ക്. നമ്മളിപ്പോ ഫൈനലി വി സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ ജെബിൻ വ്ലോഗ്സ്. അതെങ്ങനെയുണ്ട്? നിങ്ങളിങ്ങനെ കുറെ എടുത്തോ? നിങ്ങൾക്ക് പേര് ക്രിഞ്ചാണോ? അല്ലല്ലോ, ജെബിൻ വ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ ക്രിഞ്ച് അല്ല. അതാണ് സ്റ്റാൻഡേർഡ്. ഞാൻ ചാറ്റ് ജിപിടിനോട് ചോദിച്ചു. ചാറ്റ് ജിപിടിനോട് ജെബിൻ വ്ലോഗ്സ് എങ്ങനെ ഉണ്ടോ ചോദിച്ചപ്പോ ഒരു ബേസിക് ആൻഡ് ഗുഡ് എന്നാ പറഞ്ഞത്. ബേസിക് ഓപ്ഷൻ അല്ല. ഉന്നോட സിഗ്നേച്ചർ ഇല്ലടാ, JBN ആണ് നമ്മുടെ സിഗ്നേച്ചർ. പക്ഷേ എന്റെ ട്രേഡ് മാർക്ക് അതാണ്, JBN ആണ്. ജെബിൻ എന്റെ പേരിൽ തന്നെ എന്റെ ചാനൽ അറിയപ്പെടേണ്ടതാണല്ലോ അതിന്റെ ഒരു ഇത്. അല്ലാതെ ഒമ്മാലെ നമുക്ക് ഇട്ടാല് സെറ്റ് ആവത്തില്ല. ഇവന്റെ പേരെന്താ അറിയോ? ഒമ്മാലെ മാരി. അവനും ബ്ലോഗുണ്ട്. ബ്ലോഗില്ല, പേരുണ്ട്. അതല്ല, ഇതാണ് ആ ചങ്ക്. ഏത് വിജയിന്റെ ഓരോ പടം ഇറങ്ങുമ്പോഴും പേര് മാറ്റുന്ന, ഫേസ്ബുക്കിലെ പേര് മാറ്റുന്ന ആളാണ് അവൻ. തെറി ഇറങ്ങിയപ്പം തെറിമാരിയാണ് അവൻ. പിന്നെ പുലി ഇറങ്ങിയപ്പം പുലിമാരി, തുപ്പാക്കി ഇറങ്ങിയപ്പോ തുപ്പാക്കി മാരി, ലിയോ മാരി, മർസൽ മാരി, കുരുവി മാരി, വേറെന്ത് മാരിയാ? ഗോട്ട് മാരി. ഇല്ല, ലാസ്റ്റ് ഗോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവൻ ദുബായിലോട്ട് വന്ന് കുറച്ച് ബോധം വെച്ചവന്. അപ്പൊ പിന്നെ പേര് മാറ്റാൻ നിന്നില്ല. പക്ഷെ എന്നാലും വിജയ് പിടിക്കും. വിജയ് മറ്റന്നാ പിടിക്കും. ഇവന് ഞാനായിട്ട് ഓഫീസിൽ നിന്ന് പ്രശ്നമായി. ഞാനും മാരിയും സംസാരമായി അവിടെ. നൂർ സാറൊക്കെ എണീച്ച് വന്ന് ഒച്ചപ്പാടുണ്ടാക്ക നിങ്ങൾ പോകാന്നൊക്കെ പറഞ്ഞത്. ഒരു കാര്യം അത് നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം. അത് നമുക്ക് വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അതെ, ലാംഗ്വേജ് ഇഷ്യൂ. അപ്പോ മനസ്സിലാവുന്നില്ല. ഞാനൊരു കാര്യം പറയാം. മാപ്പ് നോക്കിയാൽ മാപ്പ് ലോസ്റ്റ് എങ്ങനെയാണ് ഇങ്ങോട്ട് ഇറങ്ങുന്നത്? ഇവിടെ ഭയങ്കര ബ്ലോക്കും. ഇതിന്റെ അകത്താണ് ഇതിങ്ങനെ പോയിട്ട് പിന്നെ അങ്ങനെ റോഡ് മാറിയെന്ന് തോന്നുന്നു. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് ഓക്കെ, ഇല്ലെങ്കിൽ ഫോണിന്റെ ചാർജ് തരും. ബൈ. ചാർജ് പോടുறா